എപ്പിസോഡ് ഓപ്പണിംഗ് സീനിലാണെങ്കിൽ ആ വില്ലൻ സുക്കിയ അവനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാർ അറ്റാക്ക് ചെയ്യാനായിട്ട് മുൻപിൽ എത്തിക്കഴിഞ്ഞു. കോക്കറിക്ക് അവനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അവൻ പറയും ഇവനും ആ ഗ്യാങ്ങിലുള്ളവനാണ്, ഇവൻ ഉറപ്പായിട്ടും എന്നെ കൊല്ലും. ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ കോക്കറിയെ പുറകിലേക്ക് നിർത്തും. അതേസമയം ആ വില്ലൻ അവൻ പറയും നിങ്ങൾ ആരാണെന്നും എന്താണെന്നും എനിക്ക് മനസ്സിലായി. ഈ റിപ്പോർട്ടർ പെണ്ണ് ഇവളും നിങ്ങളുടെ ഗ്യാങ്ങിലുള്ളവളാണല്ലേ, കുഴപ്പമില്ല, നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് ഞാൻ കാലപുരിക്ക് അയക്കുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഒരു പ്രത്യേക ഷാഡോ പവർ ഉപയോഗിച്ച് ഇപ്പൊ മെയ്റ്റ്സുകയെ പിടിച്ചു വലിക്കും. മെയ്റ്റ്സുക കഷ്ടപ്പെട്ട് ഇപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടും. ഉടനെ ആ വില്ലനാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ ഓരോരുത്തരുടെയും രൂപത്തില് ഒരു ഷാഡോ ഓപ്പോസിറ്റ് ആയിട്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാണ്. ആ ഷാഡോസ് ആണെങ്കിൽ അടുത്ത നിമിഷം നമ്മുടെ ആൾക്കാരുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. സാറുടെ ആണെങ്കിൽ ഫയർ സ്റ്റൈൽ ഉപയോഗിക്കും. അവളുടെ മുൻപിലുള്ള ഷാഡോ തിരിച്ചും ഇപ്പൊ ഫയർ സ്റ്റൈൽ ഉപയോഗിച്ച് അവളെ അറ്റാക്ക് ചെയ്യും. മീറ്റ്സിക്ക് ആണെങ്കിൽ ലൈറ്റ്നിങ് പവർ റിലീസ് ചെയ്യും. അവന്റെ ഷാഡോ അതും ലൈറ്റ്നിങ് പവർ അവന് നേരെ ഉപയോഗിക്കും. ഓക്കറിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവിടെ തന്നെ നിൽക്കണോ അതോ ഓടണോ ഒന്നും അറിയാതെ അവൻ ഷോക്കാവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ ബെങ്കയ്ക്കാണെങ്കിൽ ഇപ്പോഴും ബോധം വീണിട്ടില്ല. ഉടനെ ഒരുപാട് സോൾജിയേഴ്സ് അവന്റെ അടുത്തേക്ക് വരും. പിടികിട്ടും ഏതൊക്കെയോ പ്രിസണേഴ്സ് പുറത്തേക്ക് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന്. അവരാണെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ ഇപ്പൊ എല്ലാ സോൾജിയേഴ്സിനെ അറിയിക്കും. അതിനുശേഷം പുറത്തേക്ക് പോയ പ്രിസണേഴ്സിനെ എല്ലാവരെയും പിടിക്കാനായിട്ട് അവിടെ മുഴുവൻ അരിച്ചു പെറുക്കാനായിട്ട് തുടങ്ങും. ഇവിടെ ആ ഷാഡോസ് എല്ലാം കോക്കറിയെ ലക്ഷ്യമാക്കി പോവും. അത് കണ്ട് ബൊറൂട്ടോ ആണെങ്കിൽ വലിയൊരു റെസണൻ പവർ ക്രിയേറ്റ് ചെയ്ത് ഷാഡോയ്ക്ക് നേരെ ആഞ്ഞടിക്കാൻ ശ്രമിക്കും. പക്ഷെ തൽക്ഷണം ആ ഷാഡോയും ഒരു റെസണൻ ക്രിയേറ്റ് ചെയ്യും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഒന്നും പിടികിട്ടില്ല. പക്ഷെ സാറടയ്ക്ക് മനസ്സിലാവും ആ വില്ലൻ നമ്മുടെ പവർ തന്നെയാണ് ഷാഡോസിന് ഉപയോഗിക്കുന്നത്. ഷാഡോസ് നമ്മുടെ തന്നെ പവർ അബ്സോർബ് ചെയ്താണ് നമുക്കെതിരെ ഓരോ അറ്റാക്കുമായിട്ട് കടന്നു വരുന്നതെന്ന് ഇപ്പൊ സാറട പറഞ്ഞു കൊടുക്കും. ഉടനെ കോക്കറി ആണെങ്കിൽ ആ മുജീനോ ഗ്യാങ്ങിനെ കുറിച്ചുള്ള ചില സീക്രട്സ് ഒക്കെ അടങ്ങിയ ഒരു ബുക്ക് എടുത്ത് ഇപ്പൊ ബൊറൂട്ടോയുടെ കയ്യിൽ കൊടുക്കും. ഇതിൽ അവരെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. ഇത് വായിക്കുകയാണെങ്കിൽ അവരെ നേരിടാനായിട്ട് നിന്നെ കൊണ്ട് പറ്റും. മാത്രമല്ല അവരെ ഒരു കാരണവശാലും വെറുതെ വിടരുത്. ഗ്യാങ്ങിലുണ്ടായിരുന്നപ്പോ അവരുടെ കൂടെ കൂടി ഞാനും ഒരുപാട് വൃത്തികേടുകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പോയതിനു ശേഷവും അവർ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അവർ രക്ഷപ്പെടാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് മാത്രമേ അവർക്കെതിരായി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ബൊറൂട്ടോ ആ ബുക്ക് വാങ്ങി അവനെ സേഫ് ആയ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കും. അപ്പൊ ഗാർഡ്സ് ആണെങ്കിൽ ഒരുപാട് ലൈറ്റ്സ് ഒക്കെ എടുത്ത് നമ്മുടെ ആൾക്കാരുള്ള ആ ഭാഗത്തേക്ക് അടിക്കാനായിട്ട് തുടങ്ങും. അപ്പോഴായിരിക്കും കോക്കറി ഒരു കാര്യം ശ്രദ്ധിക്കുക. ലൈറ്റുള്ള ഭാഗത്തേക്ക് ആ ഷാഡോസിന് അവറ്റകൾക്ക് വരാൻ കഴിയില്ല. ലൈറ്റിന് മുൻപിൽ പെട്ടുപോയാൽ അത് നശിച്ചു പോവും. ഉടനെ വില്ലനാണെങ്കിൽ ആ ലൈറ്റ് അടിക്കുന്ന എല്ലാ സോൾജിയേഴ്സിനെയും അവരെ അങ്ങനെ അവന്റെ പവർ വെച്ച് തകർത്ത് താഴെയിടും. കോക്കറി ആണെങ്കിൽ ബൊറൂട്ടോയും ടീമിനെ രക്ഷപ്പെടുത്താനായി അവർ അടുത്തേക്ക് വരും. ഉടനെ സാറഡ അവൾ ആ വില്ലന്റെ മുൻപിൽ വലിയൊരു സ്മോക്ക് ബോംബ് അങ്ങനെ പൊട്ടിത്തെറിപ്പിച്ച് മീറ്റ്സുകയും ബൊറൂട്ടോയും കൂട്ടി കോക്കറിയുടെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്. അതേസമയം ഓഫീസേഴ്സ് ആണെങ്കിൽ അവരെ അന്വേഷിച്ച് അവിടേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ കോക്കറി അവനാണെങ്കിൽ എന്തോ കാര്യമായിട്ട് നമ്മുടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും. ബൊറൂട്ടോ പറയും നല്ല ഐഡിയ, ഇത് കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവനിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ ക്ലൗഡ്സിനെ ക്രിയേറ്റ് ചെയ്ത് ആ വില്ലന്റെ അടുത്തേക്ക് പോകും. മറ്റൊരു ഭാഗത്ത് സാറഡ അവളും അവളെ കൊണ്ട് കഴിയും പോലെ ഷാഡോസുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കും. അടുത്ത സെക്കൻഡിൽ കോക്കറി അവനാണെങ്കിൽ നല്ല ഫോഴ്സിൽ ആ ലൈറ്റ് ഷാഡോസിന് നേരെ അടിക്കുകയാണ്. അവറ്റകൾക്ക് നേരെ ആ ഒരു ലൈറ്റ് അത് അടിക്കേണ്ട താമസം അവറ്റകൾ മുഴുവൻ അവിടെ ഇല്ലാതാവും. പക്ഷെ ആ വില്ലൻ അവൻ പറയും ഞാൻ മോജി ഗ്യാങ്ങിലെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെമ്പറാണ്, എന്റെ പവർ എന്താന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞ് അവന്റെ ഷാഡോ പവർ വെച്ച് ഇപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ക്വാഡ് ക്രിയേറ്റ് ചെയ്യും. അതേസമയം മീറ്റ്സുകയും സാറടയും ഒരു കമ്പൈനായിട്ട് എന്തൊക്കെയോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യാണ്. സാറട ആണെങ്കിൽ അവളുടെ ഷെരിങ്ങും പവർ അവേക്കൻ ചെയ്യും. അവർ രണ്ടുപേരും ചേർന്ന് ബൊറൂട്ടോയ്ക്ക് പവർ കൊടുക്കും. ബൊറൂട്ടോ വമ്പ ഫോഴ്സിൽ ആ വില്ലനെ വീണ്ടും കടലിലേക്ക് തള്ളിയിടുകയാണ്. പക്ഷെ അവൻ ജസ്റ്റ് മിസ്സിന് അവിടെ ഉണ്ടായിരുന്ന ഒരു പാറയിൽ പിടിച്ചു നിൽക്കും. നമ്മുടെ ആൾക്കാർ സേഫ് ആയെന്ന് കരുതി അവിടേക്ക് കോക്കറിയെ വിളിക്കും. അപ്പോഴായിരിക്കും ആ വില്ലൻ അവന്റെ ഷാഡോ പവർ വെച്ച് കോക്കറിയുടെ കാല് പിടിച്ച് വലിച്ച് അവർ രണ്ടുപേരും കടലിലേക്ക് വീഴും. അത് കണ്ട് ബൊറൂട്ടോ കടലിലേക്ക് ചാടാൻ ഒരുങ്ങും. ഉടനെ സാറഡ അവനെ പിടിച്ചു വെക്കും. നല്ല ഒഴുക്കൊണ്ട് നിന്നെ കൊണ്ട് ഒരിക്കലും കടലിലേക്ക് ചാടി കോക്കറി സേവ് ചെയ്യാനാവില്ല. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ കോക്കറി അവനാണെങ്കിൽ നീന്തി നീന്തി കരയിലേക്ക് കയറി വരികയാണ്. കോക്കറി പറയും പേടിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് നല്ല സ്വിമ്മിങ് എബിലിറ്റി ഉണ്ട്, അതുപയോഗിച്ച് ഞാൻ നീന്തി രക്ഷപ്പെട്ടു. ആ വില്ലൻ അവൻ ഓൾറെഡി ഒരുപാട് പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഒട്ടും സ്ട്രെങ്ത് ഇല്ലാതെ കടലിനടുത്തട്ടിലേക്ക് പോയെന്ന് പറഞ്ഞ് അവനങ്ങനെ ഹാപ്പിയായി നിൽക്കുമ്പോഴേക്കും ആ പോലീസ് ഗാർഡ്സ് അവരാണെങ്കിൽ
ഇപ്പൊ നമ്മുടെ ആൾക്കാർ റൗണ്ട് ചെയ്യും. അടുത്ത നിമിഷം സായിയും ലീഫ് ഷിനോബികളും അവിടേക്ക് വരും. അതിനുശേഷം നമ്മുടെ ആൾക്കാരെ കൂട്ടിക്കൊണ്ടു പോകും. സായി പറയും പേടിക്കേണ്ട ആവശ്യമില്ല, ഓഫീസർ മോജോ അദ്ദേഹം പറഞ്ഞ അനുസരിച്ചാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. അദ്ദേഹത്തിന്റെ ഹെൽത്ത് അതിപ്പോ ഓക്കെയാണ്, ഇനി പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവരിപ്പോ അവിടുന്ന് പോവാൻ തയ്യാറെടുക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ കോക്രി എടുത്ത ആ ബുക്ക് അതിപ്പോ സേഫ് ആയിട്ട് സായിയെ ഏൽപ്പിക്കും. അതിനുശേഷം കപ്പലില് അവരുടെ യാത്ര ആരംഭിക്കും. അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ലോർഡ് മോജോ ആളാണെങ്കിൽ പഴയതുപോലെ ഡ്യൂട്ടിയിലേക്ക് വന്നു. മറ്റൊരു ഭാഗത്ത് കോക്രിയെ അവനെ ഇപ്പൊ സായി ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാണ്. നമ്മുടെ ബൊറൂട്ടോ കുട്ടപ്പനാണെങ്കിൽ ഗ്രാമത്തിലെത്തിയ സന്തോഷത്തില് ഇഷ്ടം പോലെ ഫുഡും ബർഗറൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ഫ്രണ്ട്സിനോട് ടൈം സ്പെൻഡ് ചെയ്യും. കട്ട് ചെയ്ത കോക്രി ആണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പൊ വീണ്ടും ഏതോ ഒരു ഹിഡൻ പ്ലേസിലേക്ക് പോവാണ്. അവിടെയാണെങ്കിൽ ഒരു റോക്ക് നിഞ്ച. ഉടനെ കോക്രി ആണെങ്കിൽ അവനോട് പറയും ഇത് ഞാനാണ് സുക്കിയ. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആക്ച്വലി ആ വില്ലൻ സുക്കിയ അവനാണെങ്കിൽ വെള്ളത്തിനടിയിൽ വെച്ച് അവൻ കോക്രിയെ പോലെ ട്രാൻസ്ഫർമേഷൻ ആയാണ് പുറത്തേക്ക് വന്നത്. അവൻ കോക്രിയെ കൊന്നു തള്ളിയിട്ടാണ് ഇവിടേക്ക് എത്തിയത്. ഞാൻ എന്റെ പഴയ രൂപത്തിലേക്ക് മാറാൻ പോവാണെന്ന് പറഞ്ഞ് അവനങ്ങനെ പതിയെ അവന്റെ പഴയ രൂപത്തിലേക്ക് ട്രാൻസ്ഫർമേഷൻ ആയി വരും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ബൊറൂട്ടോ അവനാണെങ്കിൽ ഇപ്പൊ കൂർക്കം വലിച്ചുറങ്ങാണ്. അപ്പോഴായിരിക്കും അവനൊരു സ്വപ്നത്തില് ഇപ്പൊ മോമോസ്കിയെ കാണുക. അല്പസമയം കഴിയുമ്പോ കൊനാമാരു ബൊറൂട്ടോയെ കോണ്ടാക്ട് ചെയ്ത് ഇപ്പോ ഒരു മിഷന്റെ കാര്യം അവനോട് പറയും. ബൊറൂട്ടോ ഏർലി മോർണിംഗ് റെഡി ആയിട്ട് അവന്റെ ടീമുമായി ഒരു മിഷന് വേണ്ടി പോവാണ്. മിഷൻ മറ്റൊന്നുമല്ല, റോബറി നടത്തിയ ഒരു കള്ളക്കൂട്ടം അവരെ പിടിക്കുക എന്നതാണ്. ബൊറൂട്ടോയും ടീമും ഉഷാറായിട്ട് അവരുടെ പിന്നാലെ പോവും. പക്ഷെ അപ്പോഴും അവന്റെ മനസ്സിൽ ആ ഒരു മോമോസ്കിയെ കണ്ട സ്വപ്നം മാത്രമായിരിക്കും അങ്ങനെ തങ്ങി നിൽക്കുക. ഇവിടെ മീറ്റ്സിക ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് ആ 3 കള്ളന്മാരിൽ ഒരുത്തനെ അവന്റെ സ്നേക്ക് പവർ വെച്ച് ചുരുട്ടി അങ്ങോട്ട് എടുക്കും. സാറുടെ ആണെങ്കിൽ 2 പേരെ ആറഞ്ച പുറഞ്ച് ഇട്ടിക്കും. കൂട്ടോ അവിടേക്ക് എത്തുമ്പോഴേക്കും അവർ 3 പേരും ചേർന്ന് ഒരു സ്മോക്ക് ബോംബ് വലിച്ചെറിഞ്ഞ് അവിടുന്ന് രക്ഷപ്പെടുകയാണ്. കാലി അളകിയ ബൊറൂട്ടോ അവൻ ഡ്രസർഗൺ പവറുമായിട്ട് അവർക്ക് നേരെ ഓടും. സാറുടെ നിലവിളിച്ച് പറയും ബൊറൂട്ടോ അവർ ഷിനോബികളല്ല, സാധാരണ മനുഷ്യരാണ്. അവിടുന്ന് പറയുമ്പോഴേക്കും ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ പവർ വെച്ച് അതിലൊരുത്തനെ അറ്റാക്ക് ചെയ്യും. അവനാണെങ്കിൽ നല്ല രീതിയിൽ പരുക്ക് പറ്റി അങ്ങനെ താഴേക്ക് വീഴാണ്. കൊനാമാര് വന്ന് ബൊറൂട്ടോയെ വഴക്ക് പറഞ്ഞ് അവനോട് കുറച്ചുകൂടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് പറയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നറൂട്ടോയുടെ മാൻഷൻ കാണിക്കും. അവിടേക്ക് ഒരു സോൾജിയർ വന്ന് പറയും ഞങ്ങൾ മുജിനോ ഗ്യാങ്ങിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി അന്വേഷിച്ചു, പക്ഷെ എവിടെയും ഇൻഫർമേഷനും ഇതുവരെ കിട്ടിയിട്ടില്ല. നറൂട്ടോ പറയും ആ ഗ്യാങ്ങിന്റെ ലീഡർക്ക് ആൾക്ക് ഒരുപാട് പവറുണ്ട്. അവൻ ആരുടെ രൂപത്തിലേക്ക് വേണമെങ്കിലും വളരെ സിമ്പിളായിട്ട് മാറാൻ കഴിയും. സോ അവരെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് അവൻ ആ സോൾജിയറിനെ ഇപ്പൊ പുറത്തേക്ക് പറഞ്ഞു വിടും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ഫ്യൂഡലാട് ലീഫ് വില്ലേജിലേക്ക് എത്തിയിരിക്കുകയാണ്. തായും അവന്റെ ടീമും ആയിരിക്കും ഫ്യൂഡലാടിനെ റെയിൽവേ സ്റ്റേഷനിൽ റിസീവ് ചെയ്യുക. അപ്പൊ ആളുടെ മകനാണെങ്കിൽ കുറെ ലഗേജ് ഒക്കെ ആയിട്ട് ഇപ്പൊ ട്രെയിനിൽ നിന്ന് ചാടി പുറത്തേക്ക് ഇറങ്ങും. ആ ചിന്ന പയ്യനാണെങ്കിൽ സായെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷാവും. നിങ്ങൾ മാസ്റ്റർ സായി അല്ലേ, എനിക്ക് നിങ്ങളെ കുറിച്ച് അറിയാം, ഞാൻ നിങ്ങളെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവന് തന്നെ കാണിച്ചു കൊടുക്കും. ഫ്യൂഡലാട് ഉടനെ മീറ്റിങ്ങിന് വേണ്ടി മാക്ഷനിലേക്ക് പോവും. ആളുടെ മകൻ ആ ചിന്ന പയ്യനും ഒരു അസിസ്റ്റന്റും അവർ 2 പേരും ഇപ്പൊ ലീഫ് വില്ലേജ് മുഴുവൻ ചുറ്റി നടന്ന് കാണാനായിട്ട് ആരംഭിക്കും. ആ ചിന്ന പയ്യനാണെങ്കിൽ എക്സ് കാർഡ്സ് ഭയങ്കര ഇഷ്ടമാണ്. അവൻ അവിടെ നടന്ന് കയ്യിൽ കിട്ടുന്ന സ്കാർട്സ് മുഴുവൻ വില കൊടുത്ത് വാങ്ങാൻ തുടങ്ങും. മറ്റൊരു ഭാഗത്ത് ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തും എക്സ് കാർഡ്സ് വാങ്ങിക്കൂട്ടും. പക്ഷെ അവൻ എപ്പോഴും കിട്ടുക അവന്റെ പപ്പയുടെ ചിത്രമുള്ള അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ഉള്ള കാർഡ്സ് ആയിരിക്കും. പക്ഷെ ബൊറൂട്ടോ ആണെങ്കിൽ പ്രതീക്ഷ വിടാതെ ഇപ്പൊ ഷോപ്പിലേക്ക് വന്ന് വീണ്ടും എക്സ് കാർഡ്സ് വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും ഫ്യൂഡലാടിന്റെ മകൻ ആ ചിന്ന പയ്യൻ അവൻ അവിടേക്ക് വന്ന് ആ ഷോപ്പിൽ ഇനി മൊത്തം എത്ര എക്സ് കാർഡ്സ് ബോക്സ് ഉണ്ടെന്ന് ആ ഷോപ്പ് കീപ്പറിനോട് ചോദിക്കും. അവൾ പറയും 30 എണ്ണം, 30 ബോക്സ് കൂടെ ഇനി ബാക്കിയുണ്ട്. ഉടനെ അവനാണെങ്കിൽ ആ മൊത്തം ബോക്സും ഓൺ ദ സ്പോട്ട് അവിടെ വെച്ച് വാങ്ങിക്കുകയാണ്. അപ്പോഴായിരിക്കും ആ ചിന്നപ്പയ്യൻ ഇപ്പൊ ഇവാബയുടെ കയ്യിലിരിക്കുന്ന നറൂട്ടോടെ ആ ഒരു എക്സ് കാർഡ് കാണുക. അവൻ ഓടി വന്ന് ഇവാബയോട് ചോദിക്കും പ്ലീസ് നിങ്ങൾ ചോദിക്കുന്ന പണം ഞാൻ തരാം, ദയവ് ചെയ്ത് നറൂട്ടോ ഹോക്കാഗയുടെ എക്സ് കാർഡ് അതെനിക്ക് തന്നൂടെ. അതിനവൻ തീർത്തു പറയും എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും എന്റെ കയ്യിലുള്ള കാർഡ് ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഇവാബയാണെങ്കിൽ അവന്റെ ഫ്രണ്ട്സിനെയും കൂട്ടി ഇപ്പോ റെസ്റ്റോറന്റിലേക്ക് പോവും.
നമ്മുടെ ആൾക്കാർ പോകുന്ന ഡംപ്ലിംഗ് ഷോപ്പ്, ബർഗർ ഷോപ്പ്, അവിടെ എല്ലാം ചെന്ന് ആ ചിന്ന പയ്യൻ ആ ഷോപ്പിലുള്ള ഫുഡ് മുഴുവൻ വാങ്ങിക്കും. അതിനുശേഷം അവരോട് പറയും, നിങ്ങൾ എനിക്ക് ആ കാർഡ് തരികയാണെങ്കിൽ ഞാൻ വാങ്ങിച്ച ഫുഡ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാമെന്ന് പറയും. ഇവാബയാണെങ്കിൽ ടെൻഷനായിട്ട് ആ ചെക്കനെ ഇട്ടിക്കാനായിട്ട് അവന്റെ അടുത്തേക്ക് വരും. ഉടനെ ബൊറൂട്ടോ ഇവാബയെ തടഞ്ഞ് അവനോട് പറയും, നിനക്ക് ആക്ച്വലി ഒരുപാട് പണമുണ്ട് എന്നതിന്റെ അഹങ്കാരമാണ്. പക്ഷേ നിനക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. നിനക്കൊരു കാര്യം അറിയോ, ഹൊക്കാഗയുടെ 5 കാർഡ്സ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഞാൻ നിനക്ക് തരില്ല എന്ന് പറഞ്ഞ് ബൊറൂട്ടോ നടന്നു പോവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആ ചിന്ന പയ്യൻ അവനാണെങ്കിൽ വീട്ടിൽ വന്ന് ബോക്സിലുണ്ടായിരുന്ന കാർഡുകളെല്ലാം ചെക്ക് ചെയ്യും. അതിലൊന്നിൽ പോലും നറൂട്ടോയുടെ കാർഡില്ല. നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് ഇപ്പൊ ബൊറൂട്ടോ മാൻഷനിലേക്ക് വരികയാണ്. മാൻഷനിലാണെങ്കിൽ ബൊറൂട്ടോയെ കാത്ത് കൊനാമാരു മാസ്റ്ററും ആ ചിന്ന പയ്യനും. കൊനാമാരു പറയും, ഇതാണ് ഫ്യൂഡലാർഡിന്റെ മകൻ, ഇവൻ ഇന്നു മുതൽ നീയായിരിക്കും ബോഡി ഗാർഡായിട്ട് കൂടെ ഉണ്ടാവുക. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടാവില്ല. കട്ട് ചെയ്ത ദൂരത്തായിട്ട് 2 വില്ലന്മാര്, അവരാണെങ്കിൽ ഫ്യൂഡലാർഡുമായിട്ട് നടക്കുന്ന മീറ്റിംഗ്, ഇതിനെക്കുറിച്ച് എന്തൊക്കെയോ ഡിസ്കസ് ചെയ്ത് നറൂട്ടോയുടെ മാൻഷനിലേക്ക് നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.